ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിൻ്റെ കുറച്ച് ടോപ്പിക്സാണ്. അതിൽ ഹീറ്റ് എനർജി ആൻഡ് ടെമ്പറേച്ചറാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടോപ്പിക്സ് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ എന്താണ് ഹീറ്റ് എന്നറിയണം. നമ്മൾ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തായാലും ഹീറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ടെമ്പറേച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ചെറുതിലേ തൊട്ടേ അറിയുന്ന ഒരു കാര്യമാണ് ഹീറ്റും ടെമ്പറേച്ചറും. പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും കുറച്ച് പേർക്ക് അറിയത്തില്ല. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. ആ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണം. അത് ഒരു സ്ഥലത്ത് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ എനർജി അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള ടെമ്പറേച്ചറും ആ ഒരു ബോഡിയുടെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ നടക്കാതിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഹീറ്റ്? ഹീറ്റ് നിങ്ങൾക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കാരണം ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സിസ്റ്റമും എന്താണ് സറൗണ്ടിങ്ങും എന്നാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് ബോഡിക്കാണോ ഹീറ്റ്, ഒരു ബോഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി സറൗണ്ടിങ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ ചുറ്റുമുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 or more സിസ്റ്റംസ് ഓർ എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന ട്രാൻസ്ഫർ ചെയ്യുന്നത് സിസ്റ്റങ്ങൾ തമ്മിലും അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സ് തമ്മിലും. സിസ്റ്റങ്ങൾ തമ്മിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ബോഡി ഇരിക്കുന്നു, ഇവിടെ അടുത്ത ബോഡി ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതിന് ഒരു 50 ഡിഗ്രി സെൽഷ്യസും ഇതിന് ഒരു 100 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് വെച്ചോ. ഹീറ്റ് എപ്പോഴും ഹീറ്റിനൊരു ടെൻഡൻസി ഉണ്ട്, എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ഏരിയ ടു ലോ ടെമ്പറേച്ചർ ഏരിയ ആണ് അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് ഇതിന്ന് ഹീറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഫ്ലോ ചെയ്യുന്നതല്ല, ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. ഈ ട്രാൻസ്ഫറിങ് നടക്കുന്നത് എങ്ങനെയാണ്? മോളിക്യൂൾസ് വഴിയാണ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അടുത്തടുത്തുള്ളത് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി എന്താണെന്നറിയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മോഷനിലായിരിക്കുമ്പോൾ അതിൻ്റെ എനർജീനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റിനെ വേണമെങ്കിൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ആൻ ആറ്റം ഓർ മോളിക്യൂൾ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി എന്തായാലും ഹീറ്റ് ചെയ്യുമ്പോൾ, ഒരു ബോഡി ഹോട്ടായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് എന്തായാലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ മെഷർ അല്ലെ ആ ഒരു മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയുടെ മെഷറിനെയും നമ്മൾ ഹീറ്റ് എന്ന് പറയാറുണ്ട്. അതേപോലെ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് ജൂളാണ്, അതുകൊണ്ട് തന്നെ ഹീറ്റിൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. ഇനി അടുത്ത CGS യൂണിറ്റ് ഉണ്ട്, അത് കലോറിയാണ്. പിന്നെ നമ്മളൊരു റിലേഷൻ പഠിച്ചു വെക്കണം. 1 ജൂൾ എന്ന് പറയുന്നത് 0.24 കലോറിയാണ്. അതേപോലെ 1 കലോറി എന്ന് പറയുന്നത് 4.18 ജൂളാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹൈ ടെമ്പറേച്ചർ ഏരിയ ടു ലോ ടെമ്പറേച്ചർ ഏരിയ. ഹീറ്റ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാണ്? ഹൈ ടെമ്പറേച്ചർ ഉള്ള ഏരിയ തൊട്ട് ലോ ടെമ്പറേച്ചർ ഉള്ള ഏരിയ വരെ. അതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയത്തില്ലേ, നല്ല ചൂട്, നല്ല തണുപ്പെന്നൊക്കെ പറയത്തില്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡിയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യുന്നത് കെൽവിൻ സ്കെയിലുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, ഡിഗ്രി സെൽഷ്യസ് സ്കെയിലുണ്ട്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെൽവിൻ്റെയും ഫാരൻഹീറ്റിൻ്റെയും ഡിഗ്രി സെൽഷ്യസിൻ്റെയും കൺവേർഷൻ എന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, കൺവേർഷൻ. ഇനി അടുത്തത് SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് കെൽവിൻ ആണ്. പിന്നെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, നമ്മുടെ ഈ 0 കെൽവിനിൽ അല്ലെങ്കിൽ 273.15 ഡിഗ്രി സെൽഷ്യസിൽ ഇത് പ്രഷർ ആണെങ്കിൽ എപ്പോഴും 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? 0 കെൽവിൻ അല്ലെങ്കിൽ 273.15 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് അല്ല, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനെയാണ് ആ ഒരു ടെമ്പറേച്ചറിനെ, അല്ലെങ്കിൽ 0 കെൽവിനെ അല്ലെങ്കിൽ -27
273.15 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൺവേർഷൻ ആണ്. കൺവേർഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കാരണം SSC പോലെയുള്ള എക്സാമിന് കൂടുതലായിട്ടും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ റെയിൽവേ എക്സാംസിനാണ് കൂടുതലും വരുന്നത്. ഓക്കെ, കെൽവിൻ ഈസ് ഇക്വൽ ടു, കെൽവിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനോട്ട് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കെൽവിൻ K ഈസ് ഇക്വൽ ടു 0 ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15 ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം? ആകെ ഈ 2 ഇക്വേഷനോട് പഠിക്കണമെന്നില്ല. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് എന്താണോ ചെയ്യേണ്ടത്? ഇപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും സെൽഷ്യസിനെ കെൽവിനിലോട്ട് ആക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ സെൽഷ്യസിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, കെൽവിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതേപോലെ ചില ക്വസ്റ്റ്യനിൽ കെൽവിൻ്റെ വാല്യൂ തരും, സെൽഷ്യസ് കണ്ടുപിടിക്കണം. കെൽവിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, സെൽഷ്യസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്തത് സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ കൂടെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. സെൽഷ്യസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് ആ ടെമ്പറേച്ചർ, ഒരു നമ്മുടെ ഈ തെർമോമീറ്റർ ഉണ്ടല്ലോ, തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, നമ്മുടെ ഡിഗ്രി സെൽഷ്യസിൻ്റെ സ്കെയിൽ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് 32 ഫാരനും, അതേപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് 32 ഹയസ്റ്റ് 212 ഫാരനുമാണ്. ഓക്കെ, ഇപ്പം മനസ്സിലായോ? ഇനി ഈ ഇക്വേഷൻ വന്നത് എവിടെ നിന്നാണെന്നും കൂടെ പറഞ്ഞു തരാം. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C മൈനസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് നമ്മുടെ എന്താ ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ അപ്പർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ഈക്വൽ ടു ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ അപ്പർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. അപ്പോൾ ഇത് എഴുതി വരുമ്പോൾ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ വരും. C മൈനസ് ലോവർ ഡിഗ്രി സെൽഷ്യസിലെ നമ്മുടെ സെൽഷ്യസ് സ്കെയിലിലെ ലോവർ ടെമ്പറേച്ചർ 0 ആണ്, അപ്പർ ടെമ്പറേച്ചർ 100 ആണ്, വീണ്ടും ലോവർ ടെമ്പറേച്ചർ 0 വരുന്നു. ഇനി F മൈനസ് ലോവർ ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? 32 ഡിവൈഡഡ് ബൈ അപ്പർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്ര വരും? അപ്പർ ടെമ്പറേച്ചർ 212 മൈനസ് 32 ഇത്രയാണ് വരുന്നത്. അപ്പോൾ C/100 ഈക്വൽ ടു F മൈനസ് 32 ഡിവൈഡഡ് ബൈ എത്ര വരും? 212 മൈനസ് 32 എന്ന് പറയുന്നത് 180 വരും. ഇനി ഇത് ഈ ഒരു ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തതാണ്. എങ്ങനെയാണ്? ഇതും ക്യാൻസൽ ചെയ്തുകൂടെ? ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5 വരും, ഇവിടെ ഒരു 9 വരും. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ C/5 ഈക്വൽ ടു F മൈനസ് 32 ഡിവൈഡ് ബൈ 9. ഇനി നോക്കിക്കേ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഈ 5 കൂടെ ഇപ്പുറത്തോട്ട് ഒന്ന് കൊണ്ടുവരുമ്പോൾ 5/9 F മൈനസ് 32 എന്ന് വന്നിട്ടില്ലേ? അതാണ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരാൻ കാരണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. ഈ ഇക്വേഷനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നത് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അഥവാ ഇക്വേഷൻ മറന്നു പോയാൽ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി ടെമ്പറേച്ചർ സ്കെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ സ്കെയിൽ ഞാൻ പറഞ്ഞു ഫാരൻഹീറ്റിൻ്റെ ഉണ്ട്, സെൽഷ്യസിൻ്റെ ഉണ്ട്, കെൽവിൻ്റെ ഉണ്ട്. ഫാരൻഹീറ്റിലെ ആണെങ്കിൽ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 212 ഡിഗ്രി ഫാരനാണ്. അതെന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 0 ഡിഗ്രി. നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റി എഴുതി, അതേപോലെ തന്നെ കെൽവിനിലോട്ട് മാറ്റി എഴുതുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നതൊക്കെ നേരത്തെ നോക്കിയില്ലേ? അതേപോലെ തന്നെ ഇവർ നമ്മളോട് ഡിഫറൻസ് എഴുതിയേക്കുവാണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അതിനെ നമ്മൾ ഫാരൻഹീറ്റിലോട്ടും കെൽവിനിലോട്ടും ആക്കിയേക്കുവാണ്. അപ്പോൾ ഒരു ഫാരൻഹീറ്റ് സ്കെയിലിൻ്റെ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻ ആണ്, ഹയസ്റ്റ് 212 ഡിഗ്രി ഫാരൻ ആണ്. സെൽഷ്യസ് ആകുമ്പോൾ ലോവസ്റ്റ് 0 ഡിഗ്രി സെൽഷ്യസും ഹയസ്റ്റ് 100 ഡിഗ്രി സെൽഷ്യസും. ഇനി അടുത്ത കെൽവിൻ സ്കെയിലാണെങ്കിൽ 273 കെൽവിൻ ആണ് ലോവസ്റ്റ്, ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 373 കെൽവിൻ ആണ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ ടെമ്പറേച്ചർ ഹാവ് ദ സെയിം വാല്യൂ? അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. -40 ആണ് ആ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിനെ നമ്മൾ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്താലും ഫാരൻഹീറ്റ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്താലും സെയിം വാല്യൂവേ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, -40 ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇനി അടുത്ത എന്താണ്? അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ ഹാവ് ദ സെയിം വാല്യൂ. അപ്പോൾ ഫാരൻഹീറ്റും കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചറും സെയിം വാല്യൂ വരുന്നത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേ. ഏതാണ് വാല്യൂ? 5 എത്ര പേർക്ക് കിട്ടി? 574.15 അല്ല 59 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് കാണാതെ പഠിച്ചു വെച്ചേക്കാം, ആ സമയത്ത് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഇനി അടുത്ത നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലോട്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോക്കിക്കേ, നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താണ്? K = C+, അതല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ അതേപോലെ എഴുതിയേ K = C + 273.15 ആണ്. അപ്പോൾ കെൽവിനിലോട്ടാക്കാൻ ഡിഗ്രി സെൽഷ്യസിൽ നമുക്കറിയാം 37 + 273.15. അപ്പോൾ 37 273.15 അതേപോലെ എഴുതുക. 10 എത്രയാണ്? 310.15 ഡിഗ്രി കെൽവിനാണ്. 310.15 കെൽവിൻ. ഇനി അടുത്തത് -273.15 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ. അപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്, കെൽവിനിലോട്ടാക്കാനാണ്. എങ്ങനെയാണ്? നമ്മുടെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? K = ഡിഗ്രി സെൽഷ്യസ് + 273.15. അപ്പോൾ നോക്കിക്കേ, ഇവിടെ തന്നേക്കുന്ന ഡിഗ്രി സെൽഷ്യസ് ആണ്. -273.15 + 273.15 രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 അല്ലേ വരുന്നത്. അപ്പോൾ ഇതെന്താണ്? 0 കെൽവിനാണ്. ഓക്കെ, ഇനി അടുത്തത് അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഈസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ മാക്സിമം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. അതൊരു പ്രോപ്പർട്ടി ഉണ്ട്. ചില നമ്മുടെ ഈ വാട്ടറിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അതിൻ്റെ വോളിയം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? നമ്മുടെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ വോളിയം കുറയുമ്പോഴല്ലേ ഡെൻസിറ്റി കൂടുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു 4 വന്നാൽ ഇപ്പോൾ 1/4 വന്നു, അത് ഡെൻസിറ്റിയുടെ വാല്യൂ ഒരെണ്ണം വരും. ഇനി അടുത്തത് മാസ് 1 ആണെന്ന് വെച്ചോ. ഇനി ഞാൻ ഈ വോളിയം കുറച്ച് ചെറുതാക്കുവാണ്, 2 കൊടുക്കുവാണ്. 1/4 ആണോ വലുത് 1/2 ആണോ വലുത് വരുന്നത്? 1/2 അല്ലേ കുറച്ചുകൂടെ വലിയ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ 0.25 ആണ്, ഇതിൻ്റെ വാല്യൂ 0.5 ആണ്. ഇതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇതെന്ത്? വോളിയം 2 വരുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വോളിയം കുറയുമ്പോൾ നമുക്ക് എന്ത് വരും? ഡെൻസിറ്റി കൂടും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഏറ്റവും മാക്സിമം ആവുന്നത് എപ്പോഴാണ്? മാക്സിമം ആവുന്നത് വോളിയം നമുക്ക് കുറയുമ്പോഴാണ്. വോളിയം ഏറ്റവും കുറയുന്നത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 0 to 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ്? അബ്നോർമാലിറ്റീസ് കാണിക്കും. വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് അബ്നോർമാലിറ്റീസ് കാണിക്കും ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ, 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് വരെ. അതിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രഷർ, ഇവിടെ വോളിയം. അപ്പോൾ പ്രഷറല്ല, ഇവിടെ ടെമ്പറേച്ചറാണ് വരുന്നത്. ടെമ്പറേച്ചർ 0 to 4 വരും, ഇവിടെ വോളിയം വരും. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ 0 to 4 വരുമ്പോൾ നമ്മുടെ ഈ വോളിയം എന്ന് പറയുന്നത് അങ്ങ് 0 ആവുന്ന കേസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 0 ആവുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ടെമ്പറേച്ചർ നമുക്ക് ഈ ഒരു വോളിയം 0 ആവുന്ന കേസല്ല, വോളിയം ലീസ്റ്റ് ആവുന്ന കേസ്. വോളിയം ലീസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് വരും? നമ്മളെ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഡെൻസിറ്റി ഏറ്റവും മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത സ്റ്റഡി ഓഫ് ലോ ടെമ്പറേച്ചർ ആണ് നമ്മൾ ക്രയോജെനിക്സ് എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റഡി ഓഫ് ഹൈ ടെമ്പറേച്ചർ പൈറോജെനിക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി അടുത്ത റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. കുറച്ച് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുമ്പോൾ
ചില ഒബ്ജക്ട്സിൻ്റെ ഏരിയ എക്സ്പാൻഡ് ചെയ്യും, ചിലതിൻ്റെ ലെങ്ത് എക്സ്പാൻഡ് ചെയ്യും, അതേപോലെ തന്നെ ചിലതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതിനൊരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ ആണെങ്കിൽ, ലെങ്ത് ആണ് എക്സ്പാൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ആൽഫ ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലീനിയർ എക്സ്പാൻഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. ഇനി അടുത്തത് ഏരിയ ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ്, അതിൻ്റെ യൂണിറ്റ്, ഈ ഏരിയ എക്സ്പാൻഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ബീറ്റ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത വോളിയം എക്സ്പാൻഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മ്യൂ വെച്ചിട്ടാണ്, മ്യൂ അല്ല ഗാമ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ ചിലപ്പോൾ ചോദിക്കും. റിലേഷൻ എന്ന് പറഞ്ഞാൽ 1:2:3 ആയിരിക്കും റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ത്രൂ എ മെറ്റീരിയൽ ആണ് നമ്മൾ പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി. നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നതാണ് കണ്ടക്ടറും ഇൻസുലേറ്റേഴ്സും. അപ്പോൾ ചില ഒബ്ജക്ട്സ് ആണെങ്കിൽ ഒരുപാട് ഹീറ്റ് കണ്ടക്ട് ചെയ്യും, ഭയങ്കര വലിയ കണ്ടക്ടറാണ്. നമ്മൾ എല്ലാ യൂട്ടൻസിൽസ്, ഇപ്പം നമ്മൾ ഹൗസ് ഹോൾഡിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാ പാത്രവും എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാ മെറ്റീരിയൽസും വെച്ചിട്ട് യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ ഒബ്ജക്ട്സ് വെച്ചിട്ടേ നമുക്ക് കുക്കിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്നാലേ നമ്മളിപ്പോൾ ഒരു അടുപ്പിലോട്ട് ഒരു പാൻ എടുത്ത് വെച്ചേക്കുവാണ്, സ്റ്റൗവിലോട്ട് പാൻ എടുത്ത് വെച്ചേക്കുവാണ്, അത് ഹീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ഇത്രയും പെട്ടെന്ന് ഹീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കണം? തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയൽ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ഒരിക്കലും അത് ഹീറ്റ് ആവത്തില്ല. അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി. എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ത്രൂ എ മെറ്റീരിയൽ ആണ് തെർമൽ കണ്ടക്ടിവിറ്റി. അതിൽ ഡയമണ്ട് ആണ് ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ. റൂം ടെമ്പറേച്ചറിൽ ഡയമണ്ട് ആണ് ഏറ്റവും ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത തെർമൽ കണ്ടക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? മെറ്റൽ ഉണ്ട്, അലോയ്സ് ഉണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്. മെറ്റലിൽ കോപ്പർ വരും, AG, AU. AG എന്ന് പറഞ്ഞാൽ എന്താണ്? അർജൻറ്റമാണ്, സിൽവർ ആണ്. ഇനി AU എന്ന് പറഞ്ഞാൽ ഔറമാണ്, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡ്. ഇനി അടുത്ത അലോയ്സിൽ ബ്രാസ്, ബ്രോൺസ്, അൽനിക്കോ വരുന്നുണ്ട്. ക്രിസ്റ്റൽസിൽ ഡയമണ്ട് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഓക്കെ, ഇനി അടുത്ത തെർമൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹീറ്റ് കണ്ടക്ട് ചെയ്യാത്ത ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, പ്ലാസ്റ്റിക് ഹീറ്റ് കണ്ടക്ട് ചെയ്യത്തില്ല, അതങ്ങ് ഉരുകി പോകത്തേ ഉള്ളൂ. തെർമോക്കോൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യത്തില്ല, അതങ്ങ് കത്തിപ്പോവും. ബേക്ക് ലൈറ്റ്, ഹ്യൂമൻ ബോഡി ഹീറ്റ് കണ്ടക്ട് ചെയ്യത്തില്ല. നമ്മൾക്ക് അതുകൊണ്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ കൈയൊക്കെ പൊള്ളുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഹീറ്റ് നമ്മളെ ബോഡി കയറിയിട്ട് അങ്ങനെ അങ്ങ് നിൽക്കും. ഇനി അടുത്ത ഐസും നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നമുക്കത് ഒരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും. ഐസ് ഒരു തെർമൽ ഇൻസുലേറ്റർ ആണ്, കാരണം അതിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഐസ് ഹീറ്റ് ചെയ്താൽ നമ്മൾ എന്ത് സംഭവിക്കുക? അതങ്ങ് അലിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി അടുത്ത വുഡും റബ്ബറും, ഇത്രയാണ് വരുന്നത്. ഇനി അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി. ഇനി കുറച്ച് ടേംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ആസ് എ ഹോൾ ബൈ 1 degree Celsius എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ നമുക്ക് 1 degree Celsius ഉയർത്തണമെങ്കിൽ എന്ന് പറഞ്ഞാൽ 1 degree Celsius കൂടെ ആ ബോഡിയുടെ ടെമ്പറേച്ചർ ഉയർത്തണമെങ്കിൽ എത്ര ഹീറ്റ് കൊടുക്കണം? അതിനെയാണ് നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഓരോ ഒബ്ജക്ട്സിനും വ്യത്യാസമായിരിക്കും. നമ്മൾ ക്യാപിറ്റൽ S വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ΔQ/ΔT ആണ്. ΔQ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളിലാണല്ലോ. ഇനി അടുത്ത ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ ആണല്ലോ യൂണിറ്റ്. അപ്പോൾ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കെൽവിൻ ആണ്. ഇനി അടുത്ത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഹീറ്റ് 1 degree Celsius ഉയർത്താനാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ്, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് മാസ് ഉള്ള ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താൻ വേണ്ടിയുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ S ആണ്, മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ S ആണ്. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ S എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ S ഡിവൈഡഡ് ബൈ M. നമ്മുടെ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ മാസും കൂടെ വരുന്നുണ്ട്. നമ്മുടെ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ മാസ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റിയിൽ ഈ മാസ് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ റിലേഷനായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ S = S/M എന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്
ഇതിനെ തന്നെ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന ഹീറ്റ് കപ്പാസിറ്റി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു എമ്മും കൂടെ വരും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് യൂണിറ്റ് എഴുതി കൂടെ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, ജൂള് വരും. ഇനി അടുത്ത ഡിനോമിനേറ്ററിൽ കെൽവിൻ വരുന്നുണ്ട്. ഇനി അടുത്ത മാസ് വരുന്നുണ്ട്, കെ ജി. എല്ലാം ഇൻവേഴ്സ് ആണ് വരുന്നത്. ഇനി അടുത്ത മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാറിൽ പേരിൽ തന്നെ ഉണ്ട്. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 degree Celsius. 1 mole ഓഫ് എ സബ്സ്റ്റൻസിനെ നമ്മൾ 1 degree Celsius ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം, അതിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സി വെച്ചിട്ടാണ്. സി എന്ന് പറയുന്നത് 1/μ. മ്യൂ എന്ന് പറഞ്ഞാൽ മോളാർ എന്ന് വെച്ചാൽ മോൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മ്യൂ വെച്ചിട്ടാണ്. 1/μ = ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇക്വേഷൻ SI യൂണിറ്റ് എഴുതാലോ. അങ്ങനെയാണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ജെ മാത്രമേ മുകളിൽ വരുന്നുണ്ട്, താഴെ എന്താണ് മ്യൂ വരുന്നുണ്ട്. അപ്പോൾ മോൾ ഇൻവേഴ്സ് വരും. ഇനി അടുത്ത ഡെൽറ്റ ടി. ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ആണ്. കെൽവിൻ റൈസ് ടു -1 ആണ് വരുന്നത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇനി അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അപ്പോൾ ഇത് ഫെമിലിയർ, നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റൗവിൽ വെച്ചേക്കുന്ന ഒരു പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സ്റ്റൗവിൽ വെച്ച് നമ്മൾ അതിൽ ചെന്ന് പിടിക്കുകയാണ്. അതിൻ്റെ ഫയറുള്ള ഭാഗത്തല്ല, മുകളിലൊരു ഭാഗത്ത് നമ്മൾ പിടിക്കുകയാണ്. പിടിച്ചു നോക്കുമ്പോഴും ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് മുകളിൽ വരെ എത്തിയില്ലേ. മുകളിൽ വരെ എത്തിയെന്ന് പറഞ്ഞാൽ ഈ സ്റ്റൗവ് ഫയർ താഴെയാണ്, പക്ഷേ ഒരു വലിയൊരു യൂട്ടൻസിലാണെങ്കിൽ പോലും ആ ഹീറ്റ് ട്രാവൽ ചെയ്ത് മുകളിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു അറ്റം വരെ എത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്, കണ്ടക്ഷനാണ്. ഈ കണ്ടക്ഷൻ നോക്കിക്കേ, ഇപ്പോൾ ഈ ഒരു എന്താണ് ഒരു സ്റ്റിക്ക്, ഒരു അയൺ സ്റ്റിക്കാന്ന് വെച്ചോ. അയൺ സ്റ്റിക്ക് ഇവിടെ ഹീറ്റ് ചെയ്യാൻ ഇങ്ങനെ വെച്ചേക്കുവാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് പിടിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഹീറ്റ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഹീറ്റ് ഇവിടം വരെ വരും. കാരണം ഹീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഹയർ ടെമ്പറേച്ചർ ഏരിയ ടു ലോവർ ടെമ്പറേച്ചർ ഏരിയ എപ്പോഴും ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഹയർ ആണ്, പക്ഷേ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ലോ ആണ്. അതുകൊണ്ട് ഇങ്ങനെ കണ്ടക്ഷൻ സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ കണ്ടക്ഷൻ നടക്കാൻ കാരണം ഈ മോളിക്യൂൾസ് തന്നെ ഇങ്ങോട്ടും ഇങ്ങനെ ഹീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി കൺവെക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷനിലാവുമ്പോൾ മോളിക്യൂൾസ് മൂവ്മെൻറ്റ് ചെയ്യുന്നില്ല, അവർ അങ്ങോട്ട് പോയി കൊടുക്കുന്നൊന്നുമില്ല, അവർ തന്നെ അങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ഈ മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, യഥാർത്ഥത്തിൽ മോളിക്യൂൾസ് അവിടെ മൂവ് ചെയ്യുന്നില്ല, പക്ഷേ ജസ്റ്റ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്ത് ഹീറ്റ് പോകുന്നതാണ്. ഇനി അടുത്ത കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഹീറ്റ് ഉള്ളത് അല്ലേ, ഇവിടെയല്ലേ തീ ഉള്ളത്. പക്ഷെ നമ്മൾ ഈ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് ഹീറ്റ്, ഈ കൈ ഇവിടെ മുകളിൽ വെക്കുമ്പോൾ ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണ്, നമ്മുടെ ഈ ഒരു സ്പേസിൽ മൊത്തം എന്താ ഉള്ളത്, എയർ ഉണ്ട് അല്ലേ. ആ ഒരു സ്പേസിൽ എന്തുണ്ട്, എയർ ഉണ്ട്. ആ എയറിൻ്റെ പ്രത്യേകത എന്താണ്, ഈ എയർ ആദ്യമേ ഇവിടെ ഉള്ള എയർ എന്ന് പറഞ്ഞാൽ കോൾഡ് എയർ ആയിരിക്കും, കോൾഡ് എയർ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫയറിന് തൊട്ട് മുകളിലുള്ള എയർ എന്ന് പറഞ്ഞാൽ ഹീറ്റഡ് എയറാണ്. അതെന്ത് ചെയ്യും, അത് മുകളിലോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ എന്ത് ചെയ്യും, കോൾഡ് എയർ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യും. വീണ്ടും അത് ഹീറ്റ് ചെയ്ത് മുകളിലോട്ട് വരും. അപ്പോൾ വീണ്ടും അവിടെ ഉള്ള കോൾഡ് എയർ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷനിൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. എയർ മോളിക്യൂൾസ് ആണ് താഴെയും മുകളിലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺവെക്ഷനും കണ്ടക്ഷനും മനസ്സിലായല്ലോ. ഇനി അടുത്ത റേഡിയേഷനാണ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ എക്സാമ്പിളാണ്, നമ്മൾ സൂര്യരശ്മികൾ നമ്മളെ അടിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്ത് പതിക്കുമ്പോഴല്ലേ നമുക്ക് ചൂടെടുക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് റേഡിയേഷൻ. ആ സണ്ണിൻ്റെ റേഡിയേഷനാണ് നമുക്ക് ചൂടാവുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്, അതൊരു ഇൻവിസിബിൾ റേ ആണ്. അത് നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഹോട്ട് എൻഡ് ടു ദ കോൾഡ് എൻഡ് ഓഫ് എ സബ്സ്റ്റൻസ് without the actual movement of particle. It is the transfer of heat through the material by the direct contact of matter.
മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് അലൂമിനിയം ആർ വെരി ഗുഡ് തേർമൽ കണ്ടക്ടേഴ്സ്. അപ്പോൾ കോപ്പറും അലൂമിനിയം ഒക്കെ വെരി ഗുഡ് തേർമൽ കണ്ടക്ടേഴ്സ് ആണ്. ഇനി അടുത്തത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇനി അടുത്ത് കൺവെക്ഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ ദ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ആണ്. ഇവിടെ ആണെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് മാറ്റർ ആണ്. ഇവിടെ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇല്ല കണ്ടക്ഷന്. അപ്പോൾ കൺവെക്ഷൻ ആണെങ്കിൽ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി അടുത്ത് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് തെർമൽ എനർജി ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. റേഡിയേഷൻ ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം. ഓക്കെ, റേഡിയേഷൻ എന്താണ് ചെയ്യുന്നത്? ഒരു മീഡിയവും വേണ്ട അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ. അത് മീഡിയം ഇല്ലാതെയും നമുക്ക് റേഡിയേഷൻ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് തെർമൽ എനർജി ബൈ ഇലക്ട്രോമാഗ്നറ്റിക്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വേവ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു സബ്സ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ, ആ ഒബ്ജക്റ്റിൻ്റെ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റും ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു നമ്മുടെ കെറോസിൻ ഓയിൽ എടുക്കുവാണ്. കെറോസിൻ ഓയിലിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഉയർത്താൻ വേണ്ടി, ഇപ്പോൾ അതിൻ്റെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ് ഡിഗ്രി ആണെന്ന് വെച്ചോ, അതിനെ നമ്മൾ x+1 ഡിഗ്രി ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെള്ളത്തിന് കൊടുക്കുന്ന ഹീറ്റിനെ കാട്ടിയും കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഹീറ്റ് എക്സ് ആണെങ്കിൽ അതിനെ x+1 ആക്കാൻ ഒരു പർട്ടിക്കുലർ ഹീറ്റ് കൊടുക്കണം. ഈ രണ്ട് ഹീറ്റും തമ്മിൽ വ്യത്യാസം കാണും. കാരണം രണ്ട് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വ്യത്യാസമാണ്. അപ്പോൾ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ സബ്സ്റ്റൻസും, പിന്നെ ടൈം ഫോർ വിച്ച് ദ ഹീറ്റ് ഫ്ലോസ്, പിന്നെ എത്ര നേരത്തോളം നമ്മൾ ഹീറ്റ് ചെയ്യുന്നോ അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെയാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, ടൈം ഫോർ വിച്ച് ദ ഹീറ്റ് ഫ്ലോസ്, നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ സബ്സ്റ്റൻസ്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ലോസ് ഉണ്ട്. സ്റ്റീഫൻസ് ലോ ആണ് ആദ്യമേ നമ്മൾ നോക്കുന്നത്. സ്റ്റീഫൻസ് ലോസ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ദ ഹീറ്റ് എനർജി ഈസ് റേഡിയേറ്റഡ് ഫ്രം എ, ഇവിടെ H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A T⁴ ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇതിൽ A എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ കൂടെ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നാൽ എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഏരിയ, അതേപോലെ തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ടെമ്പറേച്ചറും ആയിരിക്കും. ടെമ്പറേച്ചറിൻ്റെ 4th പവറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. റൂളൊക്കെ നമുക്ക് അതേപോലെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ H= ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് സിഗ്മ കൊടുത്തത്. അത് സ്റ്റീഫൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സ്റ്റെഫൻസ് എന്നാണ് പറയുന്നത്, ഞാൻ സ്റ്റീഫൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിൽ വായിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ബ്ലാക്ക് ബോഡി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്ലാക്ക് ബോഡി എന്താണ്. ഒരു ബോഡി, ആ ബോഡി ആണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ പതിക്കുന്ന എല്ലാ റേഡിയേഷനും അങ്ങ് അബ്സോർബ് ചെയ്യും. അതിനെയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. എ ബോഡി ദാറ്റ് അബ്സോർബ് ഓൾ ദ റേഡിയേഷൻ ഇൻസിഡന്റ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി. എമൗണ്ട് ഓഫ് ഹീറ്റ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ടൈം ആൻഡ് ദ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ഇമ്മസീവ് പവർ ഓഫ് ദ സോഴ്സ് സർഫസ്. അതൊന്നും വേണ്ട കേട്ടോ. ഇനി അടുത്തത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ആണ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഇതിന് എന്താണ്, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഹീറ്റ് അബ്സോർബ് ടു ദ ടോട്ടൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് അബ്സോർബ്. ഇത് ഇത്രയും വേണ്ട, ബ്ലാക്ക് ബോഡി മാത്രം പഠിച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്തത് കിർച്ചോഫ് റൂൾ. കിർച്ചോഫ്സ് റൂൾ എന്ന് പറഞ്ഞാൽ ഈ റൂളെല്ലാം അതേപോലെ തന്നെ പഠിക്കണം കേട്ടോ. വെൻ ദ സർഫസ് ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്തിൻ സറൗണ്ടിങ് ദ എമിസിവിറ്റി ഓഫ് ദ സർഫസ് ഈസ് ഈക്വൽ ടു ദ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടും ഉള്ള ടെമ്പറേച്ചറും ആ ബോഡിയുടെ ടെമ്പറേച്ചറും ഈക്വലാണ്. അപ്പോൾ എന്ത് സംഭവിക്കത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. ആ ഒരു കേസിൽ എത്രത്തോളം ആ ഹീറ്റ് എന്ന് വെച്ചാൽ ആ ബോഡി എത്രത്തോളം ഹീറ്റ് പുറത്ത് വിടുന്നോ അത് തന്നെയാണ് എന്താണ് അതിൻ്റെ അത്രത്തോളം ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡീഷണലി വെളിയിൽ നിന്ന് ഇപ്പോൾ ഈക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്, വെളിയിൽ നിന്ന് ഒരു ഹീറ്റ് കൊടുക്കുകയാണ്.
ആ ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ അബ്സോർബ് ചെയ്തിട്ട് എത്രത്തോളം അത് അബ്സോർബ് ചെയ്യുന്നു അത്രത്തോളം അത് പുറത്ത് വിടും. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇത് റൂളാണ്, അത് അതേപോലെ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ഗുഡ് അബ്സോർബേഴ്സ് ആർ ഗുഡ് എമിറ്റേഴ്സ്. നന്നായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. The law states that the rate of loss of heat is directly proportional to the difference in temperature between the body and its surrounding. അപ്പോൾ ലോസ് ഓഫ് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഹീറ്റിൻ്റെ ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ directly proportional to the difference in temperature of the body to its surrounding. അപ്പോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹീറ്റ് ലോസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് ഹീറ്റ് ലോസ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? കൂടുതലാണ്, സറൗണ്ടിങ്സിനെ കാട്ടിയും കൂടുതലാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ ആ ഒബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ഹീറ്റ് എന്ത് ചെയ്യും? സറൗണ്ടിങ്സിലോട്ട് പുറത്തോട്ട് പോകും. ഓക്കെ, അപ്പോൾ ദ ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മൾ ഹീറ്റ് ഒരുവിധമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ്. അതിനു മുമ്പ് എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്നറിയണം. മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് ചുറ്റാകെ എന്തുണ്ട്? അതിന് ചുറ്റാകെ ഒരു ഫീൽഡ് ഉണ്ട്, ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്. നമുക്കത് നേക്കഡായി വെച്ചിട്ട് കാണാനൊന്നും പറ്റത്തില്ല, ഇൻവിസിബിൾ ആണ്. അപ്പോൾ ആ ഇമാജിനറി ലൈൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടായിരിക്കും എപ്പോഴും ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇമാജിനറി ലൈനാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഇപ്പോൾ നമ്മളിവിടെ ഒരു അയൺ ഒബ്ജക്റ്റ് ഇരിക്കുവാണ്, ഇവിടെ ഒരു അയൺ ഇരിക്കുവാണ്. നമ്മൾ ഈ മാഗ്നറ്റ് കൂടുതലും അട്രാക്ട് ചെയ്യുന്നത് നമ്മൾ അയണിനെയാണല്ലോ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇത്രയും അടുത്തൊരു മാഗ്നറ്റ് വെക്കുവാണ്, അത് ഉടനെ അങ്ങ് അട്രാക്ട് ചെയ്യുമല്ലോ, അയണിനെ അട്രാക്ട് ചെയ്യും. പക്ഷേ അയൺ ഇവിടെ ഇരിക്കുന്ന ഒരു ചെറിയ മാഗ്നറ്റ് എടുത്ത് ഇവിടെ വെച്ചാൽ അട്രാക്ട് ചെയ്യുമോ? അട്രാക്ട് ചെയ്യത്തില്ല. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പരിധിയിൽ വരുന്നത് മാത്രമേ അത് നമുക്ക് ആ ഒരു ബാർ മാഗ്നറ്റിന് അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മുടെ ആ അയൺ ഇരിക്കുന്നതെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും? ഈ ഒരു ബാർ മാഗ്നറ്റ് അതിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി? ഇമാജിനറി ലൈൻ അറൗണ്ട് ദ മാഗ്നറ്റ് ആണ്. അത് കാരണമാണ് അത് എന്ത് ചെയ്യുന്നത്? ഓരോ ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലും യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു കോയിലുണ്ട്, കോയിലിൽ കൂടെ ഒരു ബാർ മാഗ്നറ്റ് പാസ് ചെയ്ത് പോവുകയാണ് എന്ന് വെച്ചാൽ പാസ് ചെയ്ത് പോവല്ല. ഇപ്പോൾ ഇതാണ് കോയിലെന്ന് വെച്ചോ, കോയിലിൽ കൂടെ ഇപ്പോൾ ബാർ മാഗ്നറ്റ് ആദ്യം ഒന്ന് അകത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്തു, പിന്നെ പുറത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്തു, പിന്നെ അകത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു, പിന്നെ പുറത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു മോഷൻ, നമ്മുടെ ഈ ഒരു മാഗ്നറ്റിൻ്റെ മോഷൻ കാരണം അവിടെ എന്താ ഉണ്ടാവും? എന്തായാലും ബാർ മാഗ്നറ്റ് ഉള്ളത് കാരണം അവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കാരണം അവിടെ ഒരു എന്തുണ്ടാവും? EMF ഉണ്ടാവും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങനെ വേരി ചെയ്യാൻ തുടങ്ങും. നമുക്ക് തന്നെ രണ്ട് മാഗ്നറ്റ് നമ്മളിപ്പോൾ അടുത്തെടുത്ത് വെച്ചേക്കുവാണ്. നോക്കിയാൽ രണ്ട് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ഇവിടെ ഒരു അയണും വെച്ചേക്കുവാണ്. നമ്മൾ രണ്ട് കയ്യിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുവാണെന്നെങ്കിൽ ദൂരം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അവർ തമ്മിൽ ഒട്ടുന്നതായിട്ട് തോന്നും. ആ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യുക? ഈ കോയിലിൽ കൂടെ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോഴവിടെ എന്തായാലും ഒരു ഫോഴ്സിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫോഴ്സ് കാരണം അവിടെ ഒരു EMF വ്യത്യാസം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന് ഒരു വ്യത്യാസം ഉണ്ടാവും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോമൺലി നമുക്ക് ജനറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്തതായിട്ട് അറിയാം അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്നത്. ഇനി ഫാരഡേ ആണ് ആദ്യമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ലോ പ്രപ്പോസ് ചെയ്തത്. ഫസ്റ്റ് ലോയും ഉണ്ട്, സെക്കൻഡ് ലോയും ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോയിലാണ് നമ്മളെ എന്ത് പറയുന്നത്? ഈ ഒരു
എന്ന് വെച്ചാൽ ഒരു ലൂപ്പിൽ കൂടി ഒരു അയൺ അല്ല ബാർ മാഗ്നറ്റ് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഇ എം എഫിൻ്റെ വ്യത്യാസം കാരണം കറണ്ട് ഉണ്ടാവുമെന്ന് ഫസ്റ്റ് ലോയിലാണ് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് ലോയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് സെക്കൻഡ് റൂളിൽ പറയുന്നത്. അത് തന്നെ എന്താണ് അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ബേസിക്കായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. നോട്ടൊക്കെ ഞാൻ ഒരുപാട് റെഫർ ചെയ്ത് നമ്മൾ മേക്ക് ചെയ്ത നോട്ടാണ്, അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം എഴുതിയെടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.